ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കവർ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു കവർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ചില വാഹനങ്ങളിലൊക്കെ ഇത് നല്ലൊരു കോട്ടൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ, അഥവാ ഒരു പഞ്ഞിയൊക്കെ കൂടെ കൊണ്ടൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില വാഹനങ്ങളിൽ നല്ല പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു കവർ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററീസിനൊക്കെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിലൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും 4 വർഷം 5 വർഷം 8 വർഷം ഒക്കെ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. എന്നാൽ ചില വാഹനങ്ങളുടെയൊക്കെ 2 വർഷം പോലും തികയ്ക്കാറില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ പറയുന്ന ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെല്ലിനൊക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, എൻജിൻ്റെ അധികം ദൂരം ഇല്ലെങ്കിൽ പോലും അടുത്ത് തന്നെയായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. ഹീറ്റ് ഒരുപാട് നമ്മുടെ ബാറ്ററിയിലോട്ട് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വാഹനത്തിൻ്റെ ബാറ്ററിയിലോട്ട് ഒരുപാട് ഹീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അഥവാ ഒരുപാട് ഹീറ്റ് ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ലൈഫ് കുറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ ഇതിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അതായത് ഹീറ്റ് കുറേയേറെ ഇതിലോട്ട്, അതായത് ബാറ്ററിയിലോട്ട് വരാതിരിക്കാനുള്ള ചാൻസസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, പുതിയ ബാറ്ററിക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കവർ എടുത്ത് കളയുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ള. പക്ഷേ അതിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 വർഷം 5 വർഷമൊക്കെ വാറണ്ടിയുള്ള ബാറ്ററിയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ കമ്പനിയിൽ നിന്ന് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാറ്ററിക്ക് 2 വർഷം മാത്രം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അഥവാ വാറണ്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാറണ്ടി 2 വർഷം കിട്ടുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. ഇൻ കേസ് അതിൽ വേറെ സേഫ്റ്റി മെഷേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു കവർ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുത്തോണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് നല്ല മെറ്റീരിയലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതിന് പ്രശ്നങ്ങളൊന്നും വരുമെന്നല്ല. എന്നാൽ ചിലർ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ചിലർ ഇതുപോലത്തെ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല, എന്തുകൊണ്ടാണ് ഇതുപോലൊരു ബാറ്ററിക്ക് കവർ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ്.